ഹായ് ഹലോ. നമ്മളുടെ ടോപ്പിക് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആൻറ്റി ഏജിങ് സ്കിൻ കെയറിന് വേണ്ടിയുള്ളതായിരിക്കും. ഇന്ന് നമ്മൾ എടുത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് ക്യാബേജാണ്. ക്യാബേജ് ഒരു നല്ല വെജിറ്റബിളാണ്. പക്ഷേ ക്യാബേജ് സ്കിൻ കെയറിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോളുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ്, ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ക്യാബേജിന് നമ്മുടെ മുഖത്തുള്ള ഏജിൻ്റെ റിങ്കിൾസിനെയും സൈൻസിനെയും ഫൈൻ ലൈൻസ് മാർക്കിനെയും ഒക്കെ മാറ്റുന്നതിന് സഹായിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ സ്കിന്നിനൊരു റേഡിയൻറ്റ് ഗ്ലോ തരാനായിട്ട് ക്യാബേജ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനൊരു റേഡിയൻറ്റ് ഗ്ലോ തരാനും സ്കിന്നിന് റൂഷ് ഇട്ട പോലെ അല്ലെ ബ്ലഷ് ഇട്ട പോലെ ഒരു നല്ല റെഡ് കളർ, നല്ല ഒരു റെഡിഷ് ചെറിഷ് സ്കിൻ തരാനും നല്ല സ്കിന്നിനെ ഒന്ന് ഫേം ആക്കി വെക്കാനും, അതായത് ചെറിയ ലൈൻസും ഫൈൻ ലൈൻസും ചെറിയ ചെറിയ റിങ്കിളിൻ്റെ സൈനും ഏജിൻ്റെ സൈനും ഒക്കെ കണ്ണിലടിയിലും ഫേസിലും ഒക്കെ ഉണ്ടാകുന്നത് തടയാനായിട്ടും ഉള്ളതിനെ കുറേയൊക്കെ മാറ്റാനായിട്ടും ഈ ക്യാബേജ് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ക്യാബേജ് ഒരു ക്ലെൻസിങ് ആൻഡ് പ്യൂരിഫയിങ് ഏജൻറ്റ് കൂടെയാണ്. ക്യാബേജ് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും കഴിവുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിനൊരു ഈവൻ സ്കിൻ ടോൺ തരാനായിട്ട് ഈ ക്യാബേജ് സഹായിക്കുന്നുണ്ട്. ഈവൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ മുഖത്ത് എല്ലായിടത്തും തന്നെ ഒരേ സ്കിൻ ടോൺ നമുക്ക് തരാനായിട്ട് ക്യാബേജ് ഹെൽപ്പ് ചെയ്യും. പിന്നെ സൺ ഡാമേജ് കൊണ്ട്, സൂര്യപ്രകാശം കൊണ്ടുണ്ടായിരിക്കുന്ന സൺ ഡാമേജിനെ മാറ്റാനായിട്ട് ക്യാബേജിന് നല്ലൊരു റോളുണ്ട് സ്കിൻ കെയറിൽ. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് നിറയെയുള്ള ഈ ക്യാബേജ് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ക്യാബേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് ക്യാബേജ് കൊണ്ടുള്ള കുറച്ച് ഫേസ് പാക്കുകൾ, എക്സ്ക്ലൂസീവ് ഫേസ് പാക്കുകൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും. എപ്പോഴും ഞാൻ പറയുന്ന പോലെ പതിവായി ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. ഡെഡിക്കേഷനോടെ ഉപയോഗിക്കണം, ക്ലീൻ സ്കിന്നിൽ ഉപയോഗിക്കണം. നമ്മൾ ഇന്ന് സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത് കാബേജ് കൊണ്ടാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എഗ്, മുൾട്ടാനി മിട്ടി, ഇത് വീറ്റ് ഫ്ലോർ ആണ്, ഇത് വൈറ്റമിൻ എ ഓയിലാണ്, ഇത് ആപ്പിൾ സിഡർ വിനെഗർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ഇന്ന് സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്നത് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആണ്. സോ ഇതിനകത്ത് ക്യാബേജിന് എന്താണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാബേജ് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ ഇതിന് നല്ല ശക്തമായ ആൻറ്റി ഏജിങ് ഗുണങ്ങളും വിറ്റാമിൻസും ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റും എല്ലാം കൂടെ ചേർന്ന ഒരു സംയുക്തമായിട്ടുള്ള ഒരു സാധനമാണ് ക്യാബേജ്. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്യാബേജ് കൊണ്ട് ചുളിവുകൾ മായ്ക്കാനും യുവത്വത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനും കഴിയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് നമ്മൾക്ക് ആത്മവിശ്വാസം കിട്ടാനും നമ്മളെ ചെറുപ്പമായി നമ്മൾക്ക് കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടും ഒക്കെയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്തത്ര ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഈ ക്യാബേജിലുണ്ടെന്നുള്ളത് മറക്കരുത്. ഒരിക്കലും ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. ചെറിയ വിലയ്ക്ക് കിട്ടുന്ന സാധനമാണ്, ഇതിലെന്താണുള്ളത് അതിലെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ക്യാബേജ് കൊണ്ടുള്ള സ്കിൻ കെയർ നോക്കാം. ഈ മൊത്തം ക്യാബേജും വേണ്ട, ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് മുറിച്ചെടുക്കാം. ഇത്ര ക്യാബേജ് മതിയാവും. നന്നായിട്ട് വാഷ് ചെയ്യുക. അതിൻ്റെ ആ ലാസ്റ്റിലുള്ള ആ ഒരു ലെയറില്ലേ, ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ്, ഈ ലെയർ നമുക്ക് മാറ്റാം. ബാക്കി നമുക്ക് എടുക്കാം. ഞാൻ ക്യാബേജിനെ അരിഞ്ഞ്, നല്ല കളറല്ലേ, ക്യാബേജിനെ അരിഞ്ഞ് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ക്യാബേജെല്ലാം ഞാനൊരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ഒഴിക്കേണ്ട. ക്യാബേജിൻ്റെ ലീഫിൽ നിറച്ച് വെള്ളമാണ്. ഇത് നല്ല ഫ്രഷ് ക്യാബേജും കൂടിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വാടിയ ക്യാബേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ്സ് നല്ല വെള്ളത്തിലിട്ട് നോക്കൂ, അത് ഫ്രഷ് ആയിട്ട് തന്നെ വരും. ഓക്കെ, ഇതിങ്ങനെ അരച്ചുകൊണ്ട് വരാം. നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം. നമ്മുടെ ക്യാബേജ് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മിക്സിയിലിട്ട് ഒറ്റയടി അങ്ങ് അടിക്കുവാണെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടത്തില്ല. പൾസ് ചെയ്ത് എടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിക്സി ഒരുപാട് മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണേ ബെറ്റർ കുറച്ച് നല്ല വെള്ളം, അതായത് ഉപ്പുവെള്ളമൊന്നുമല്ല, നല്ല വെള്ളമുണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ ഒഴിക്കാം. ഈ ഒട്ടും അരയുന്നില്ലാത്ത മിക്സിയാണെന്നുണ്ടെങ്കിൽ പൾസ് ചെയ്ത് എടുക്കുക. അപ്പം നന്നായിട്ട് അരഞ്ഞ് തന്നെ കിട്ടും.
ഡൗട്ട് വരും നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് അരച്ചാൽ ബെസ്റ്റാണ്. നമ്മൾക്ക് 1 സ്പൂൺ ക്യാബേജിൻ്റെ പേസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. അതിലേക്ക് ഞാൻ കുറച്ച് വീറ്റ് ഫ്ലോർ ഇടുവാണ്. ആ സിമ്പിൾ എല്ലാവരുടെയും വീട്ടിൽ വീറ്റ് ഫ്ലോർ ഉണ്ടായിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് ശരിക്കും ക്യാബേജ് തോരൻ നമ്മൾ വെക്കാൻ എടുക്കുമ്പോൾ ഒരാവി കീറുമ്പോൾ ഉള്ള ഒരു സ്മെല്ലാണ്. അത് കുഴപ്പമില്ല, ഇഷ്ടമില്ലാത്തവരുണ്ട്, ഇഷ്ടമുള്ളവരുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ക്യാബേജ് വെറുതെ സ്റ്റീം ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. സോ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിനെ നമ്മുടെ ഫേസിൽ പായ്ക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഫേസ് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പറഞ്ഞിരുന്നു. വീറ്റ് ഫ്ലോർ നമ്മൾക്ക് നല്ല കളർ തരാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളും ബ്ലാക്ക് മാർക്കും ഒക്കെ മാറ്റി സൺ ടാനിനെയൊക്കെ മാറ്റാൻ കഴിവുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വീറ്റ് ഫ്ലോർ. അതേപോലെ തന്നെ ക്യാബേജ് ആണെങ്കിലും അത്രയ്ക്കും വൈറ്റമിൻ എ ഒക്കെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നിറച്ചും വിറ്റാമിനും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ് ക്യാബേജ്. ഓക്കെ, സോ ഇങ്ങനെ നല്ലൊരു തിക്ക് പാക്കായിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. ഓക്കെ, വാഷ് ചെയ്യുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണം. അത് കഴിഞ്ഞ് അതിനോട് ചേർന്ന് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യണം. പിന്നെ ഉറപ്പായിട്ടും അത് കഴിയുമ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇടണം. ഇനി ഒരുപാട് ഏജ് ആയിട്ടുള്ള ഒരാളാണ് ഈ സ്കിൻ കെയർ ചെയ്യുന്നത്, ഐ മീൻ ഒരു എബവ് 70, 75, 80 ഒക്കെ ആയി സ്കിന്ന് വല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതിനുകൊണ്ട് നമ്മൾ എന്തെടുക്കണം, ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസിലേക്ക് ടിഷ്യൂവിൻ്റെ ഒരു തിൻ ലെയർ വെക്കുക. എന്നിട്ട് ആ തിൻ ലെയറിൻ്റെ പുറത്തോട്ട് ഈ പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് സ്കിന്നിനെ. ഞാൻ പറയുന്നത് ഇത് ഒരുപാട് പ്രായമായി സ്കിന്നൊക്കെ വല്ലാതെ ചുളുങ്ങി വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും ചിലർക്കൊക്കെ. ഓക്കെ, അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്താലും ഇതും ബെനിഫിഷ്യലാണ്. ഓക്കെ, ഇതാകുമ്പോൾ ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പതുക്കെ ഇത് ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്കും ഈ ടിഷ്യൂ പേപ്പർ അങ്ങ് മാറ്റിയാൽ മതി. എന്നിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട്, എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേസ് വാം വാട്ടറിൽ വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടാൻ ഒട്ടും മറക്കരുത്. അടുത്ത പായ്ക്കിലേക്ക് നമുക്ക് കാബേജിൻ്റെ പേസ്റ്റ് തന്നെയാണ് വേണ്ടത്. പേസ്റ്റ് എടുക്കുക. ഇതിലേക്ക് കുറച്ച് ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിക്കുക. കുറച്ച് ഒഴിക്കാവുള്ളൂ, ഒരുപാട് വേണ്ട. ഇത്ര തന്നെ മതിയാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ക്ലീൻ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാം വാട്ടറിൽ വാഷ് ചെയ്യുക. വീക്ക്ലി 2-3 ദിവസം നിങ്ങൾക്ക് സമയമുള്ള പോലെ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ മുഖത്തുള്ള ചുളിവുകളും പാടുകളും പിന്നെ ചെറുതായിട്ടുള്ള ലൈൻ വീഴാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഗുലറായിട്ട് ഉപയോഗിച്ചാലേ എന്ത് സ്കിൻ കെയറിനും ഒരു പ്രയോജനമുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. ആദ്യം ഒരു ഇൻട്രസ്റ്റിലെല്ലാം ചെയ്തിട്ട് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ കുറേ ഡാമേജ് ഉണ്ട് നിങ്ങളുടെ സ്കിന്നിൽ, കുറേ പ്രായമായിട്ടുള്ള ഡാമേജുകളുണ്ട്, വളരെ സോഫ്റ്റാണ്, എക്സ്ഫോളിയേറ്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സ്കിന്നിലേക്ക് ഇതുപോലെ ഒരു തിൻ ലെയർ ഓഫ് ടിഷ്യൂ, 4ആയിട്ട് മടിച്ചതൊന്നുമല്ല, ഇതുപോലത്തെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല ബെനിഫിഷ്യലാണ്. നിങ്ങൾക്കപ്പം പ്രത്യേകിച്ച് ഒരു സ്ട്രെയിൻ ഒന്നും എടുത്ത് ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതിൻ്റെ ജ്യൂസ് ഈ ടിഷ്യൂവിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഫേസിലേക്ക് കിട്ടിക്കൊള്ളും. അതുപോലെ ഒരുപാട്
പിമ്പിൾസ് ഒക്കെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫേസ് പാക്കുകൾ ഇട്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല പ്രയോജനം കിട്ടും. 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ഇട്ടാൽ മതി. ആക്നെ ഉള്ളവർ, ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും 20 മിനിറ്റ്സ് ഇട്ടിട്ട് ഈ ടിഷ്യൂ അങ്ങ് റിമൂവ് ചെയ്താൽ മതി. നിങ്ങളുടെ ഉള്ളത്ര പാക്ക് തന്നെ ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ഇട്ടുള്ളൂ. അത്രയ്ക്ക് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാബേജും ആപ്പിൾ സിഡർ വിനെഗർ. ഒരു പീൽ ഓഫ് ഐറ്റമാണ് ആപ്പിൾ സിഡർ വിനെഗർ. കാരണം ഇത് നമ്മുടെ സൺ ടാനെയും നമ്മുടെ മാർക്കിനെയും ഒക്കെ നന്നായിട്ട് മാറ്റി തരും. അടുത്ത പാക്കിലേക്ക് നമുക്ക് വേണ്ടത് കാബേജ് പേസ്റ്റാണ്. കാബേജ് പേസ്റ്റിലേക്ക് ഞാൻ ഇന്ന് ഒഴിക്കുന്നത് വിറ്റമിൻ എ ആണ്. ഇത് ക്യാപ്സൂളായിട്ട് കിട്ടില്ല, ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 6 ഡ്രോപ്സ് ഒഴിക്കുക. സോ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ പാക്കുകളും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. സോ കൈക്ക് തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും ഞാൻ ഡെയിലി പാക്കുകളൊക്കെ ഇടുന്നത് കൊണ്ട്. നിങ്ങൾക്കിതൊക്കെ ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സുകൾ ഫേസിന് പറയുന്ന എല്ലാം തന്നെ നിങ്ങൾക്ക് കൈക്കും കഴുത്തിനും കാലിനും ഒക്കെ ഇടാവുന്നതാണ്. അങ്ങനെ കൈക്ക് കാലിനെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഫേസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നല്ലൊരു ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻ്റ് ആണ്. എഗെയിൻസ്റ്റ് റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, സ്കാർസ്, മാർക്സ് ഓൺ ദ സ്കിൻ, ഡാർക്ക് സ്പോട്ട്, മറുകുകൾ, സൺ ടാൻ എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തിൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്ത്, അതായത് എബവ് 70, 75, 80 ഒക്കെ ആകുമ്പം സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമുക്കൊരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ പോലും ആ ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുപോലൊരു ടിഷ്യൂ വെച്ചിട്ട് എന്ത് മാസ്കും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്കിന്നിനെ ഹേർട്ട് ചെയ്യാതെ പല സ്കിൻ കെയറും ചെയ്യാൻ പറ്റും. ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ച എഗ്ഗിൻ്റെ സ്കിൻ കെയർ ഒന്നും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്യേണ്ട. അത് സ്കിന്നിനെ ടൈറ്റ് ആക്കാനുള്ളതാണ്. അത് ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഒരു 20 മിനിറ്റ്സ് ടു 15 മിനിറ്റ്സ് വെച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക. അതിനെ തുടർന്ന് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക. ഫോളോയിങ് ദാറ്റ് മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത്. അടുത്ത പാക്കിലേക്ക് നമുക്ക് വേണ്ടത് എഗ്ഗ് വൈറ്റ് ആണ്. ഞാൻ എഗ്ഗ് വൈറ്റ് കുറച്ച് ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ യോക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാബേജിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുൾട്ടാണി മിട്ടി ഇടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് ക്ലീൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യുക. ആഴ്ചയിൽ 2-3 ദിവസം ഇതുപോലെ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകളും മാർക്കുകളും ഫൈൻ ലൈൻസും ഒക്കെ മാറി നല്ല സുന്ദരമായിട്ടുള്ള ചർമ്മം കിട്ടും. മുൾട്ടാണി മിട്ടി നിങ്ങൾക്കറിയാം നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണ്. ബ്ലീച്ചിങ് അല്ല, ആക്ച്വലി മുഖത്തിന് നല്ല കളർ തരുന്ന, ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന ഒരു ഐറ്റമാണ്. കാബേജും കൂടെ അങ്ങനെ തന്നെയാണ്, നമുക്ക് നല്ല ഗ്ലോ തരും. ഇതിങ്ങനെ ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാം വാട്ടറിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മോയ്സ്ചറൈസർ ഇടാനും മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ 2 പേപ്പറൊന്നും ഇടരുത്. അറിയാതെ 2 പേപ്പർ വന്നാണ്. ഒരു പേപ്പർ മാത്രമേ ഇടാവുള്ളൂ. അതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റി. സോ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ തിൻ പേപ്പർ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി സാഗായിട്ടുള്ള സ്കിന്നാണെങ്കിൽ, ഒത്തിരി സോഫ്റ്റനായിട്ടുള്ള സ്കിൻ, ഐ മീൻ ഏജ് ആയിട്ട് സോഫ്റ്റനായിട്ടുള്ള, ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ 70-75 ഒക്കെയാണ് നിങ്ങൾ സ്കിൻ കെയർ നോക്കുന്നുണ്ടെങ്കിൽ, പിന്നെ മേ ബി എബോവ് 50-60 ഒക്കെ കൂടെ അതുപോലത്തെ സ്കിൻ വരാൻ കേട്ടോ. ഇതുപോലൊരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം സ്കിന്നിന് ഡയറക്റ്റ് ആയിട്ടുള്ള എന്തും എടുക്കാനുള്ള ഒരു ശക്തി കാണത്തില്ലായിരിക്കാം. അപ്പോൾ എല്ലാ പാക്കുകളും ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട്, ടിഷ്യൂ നീറ്റായിരിക്കണം എന്നുള്ളത് മറക്കരുത്. ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡിൻ്റെ ബാക്കി ടിഷ്യൂ ഒന്നും എടുത്ത് വെക്കരുത്. ടിഷ്യൂ പുതുതായിട്ട് വാങ്ങിച്ച് അതിൽ ഈ ഇൻസെക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ ഫേസിൽ വെക്കണം. 20 മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാം. ഈസി ആയിട്ട് ഇതിങ്ങനെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു അതിൻ്റെ ജ്യൂസൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. എന്നിട്ട് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ പുരട്ടാം. അടുത്ത ഫേസ് പാക്കിലേക്ക് നമുക്ക് വേണ്ടത് എഗ്ഗിൻ്റെ യോക്കാണ്. അതിലേക്ക് നമുക്ക് കാബേജിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ കഴുകിയ ക്ലീൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക. അതും കഴിഞ്ഞിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. അലോവേറ ജെല്ലിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു. അതുപോലെ അലോവേറ ജെൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപയോഗമാണ്. കെമിക്കലൊന്നുമില്ലാത്ത നല്ല അലോവേറ ജെൽ കിട്ടും. നമ്മുടെ ഫേസിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് കെമിക്കൽസ് നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ഇതാകുമ്പോൾ കെമിക്കൽസ് ഒന്നുമില്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടും. സോ ട്രൈ ചെയ്ത് നോക്കും. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഏജ്ഡ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചധികം ഏജ്ഡ് സ്കിന്നുള്ള ആൾക്കാരാണ് സ്കിൻ കെയർ നോക്കുന്നതെങ്കിലും, സ്കിന്നിന് കുറേ ആക്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും, അല്ലാതെ എന്തെങ്കിലും പ്രോബ്ലം സ്കിന്നിലുള്ളവരാണെങ്കിലും ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തിൻ ടിഷ്യൂ ലെയർ ആയിരിക്കണം, ക്ലീൻ ടിഷ്യൂ ആയിരിക്കണം. ഇതുപോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഈസി എന്നതിനേക്കാൾ കൂടുതൽ സേഫ് ആയിരിക്കും. കാരണം കുറച്ച് ഏജൊക്കെ ആയി കഴിയുമ്പം നമ്മുടെ ഫേസിൽ പാക്കുകളൊന്നും നിൽക്കാതൊക്കെ വരും. സോ ഇതിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ജ്യൂസ് ഇതിനിടയിൽ കൂടെ നിങ്ങളുടെ സ്കിന്നിലേക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് 15 to 20 മിനിറ്റ്സ് വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ കഴുകുക. അത് കഴിഞ്ഞ് സാധാരണ വെള്ളത്തിൽ കഴുകുക. അത് കഴിഞ്ഞ് ഫേസൊക്കെ തുടച്ചിട്ട് നല്ല മോയ്സ്ചറൈസർ എന്തെങ്കിലും ഇടുക. ഒരു ആഴ്ചയിൽ 2-3 ഡേയ്സ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലമുണ്ടാകും. നമ്മളിപ്പോൾ കണ്ട ഈ ഫേസ് പാക്കുകൾ, ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ട ഫേസ് പാക്കുകളാട്ടെ, പുറകിലെ വീഡിയോയിൽ കണ്ട ഫേസ് പാക്കുകളാട്ടെ, എല്ലാം തന്നെ വളരെ നന്നായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ എക്സ്പെരിമെൻറ്റ് നിങ്ങളുടെയും കൂടെ അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫേസ് പാക്കുകളും സിറമും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്ത് തരുന്നത്. സോ കാബേജിൻ്റെ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എനിക്ക് എത്രമാത്രം എന്നെ ഹാപ്പി ആക്കുന്നുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എഴുതുന്ന ഓരോ കമൻറ്റും കാണുമ്പോൾ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ച പോലെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇനി നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.